ചന്ദ്രൻ ചേട്ടൻ എന്തെടുക്കുക? മണ്ണപ്പം ചുട്ട് കളിക്കുക. ആഹാ, ഞാൻ കരുതി കുഴി എണ്ണി കളിക്കാന്ന്. അതെ, ഒരു മൊബൈൽ ഫോൺ വേണം. നോക്കിയ മതിയോ? നോക്കിയാലൊന്നും പോരാ മോനെ, വാങ്ങിച്ചു കൊടുക്കുക തന്നെ വേണം. ഇവൻ ഏതാ മോനെന്ന് നിങ്ങൾക്കറിയില്ല. അതല്ല ചേട്ടാ, നോക്കിയ ഫോൺ മതിയോന്നാ ചോദിച്ചത്. ഇയാളിത് എവിടെ നിന്ന് വരുന്നു? നോക്കിയ മാത്രല്ല, കണ്ടാലും ഫോൺ പോലെ തന്നെ ഇരിക്കണം. ഇത് പശുവോ അതോ പോത്തോ? സംശയം എന്താ? ഇത് പശുവാ. അതല്ല, ഞാൻ ചേട്ടന്റെ കാര്യമാ ചോദിച്ചത്. ഇതൊന്നും കത്തുന്നില്ലല്ലോ. എവിടുന്ന് കിട്ടിയടാ ഈ തീപ്പെട്ടി? അങ്ങനെ കത്താതിരിക്കാൻ വഴിയില്ലല്ലോ അച്ഛാ. എല്ലാ കൊള്ളിയും ഞാൻ ചെക്ക് ചെയ്തതാണല്ലോ, എല്ലാം കത്തുന്നുണ്ടായിരുന്നു. എല്ലാരും ടിവിക്ക് എന്താ വില? 1,00,000 രൂപയാ. ഇതിനെന്താ ഇത്രമാത്രം പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് റപ്പായി ചേട്ടന് അറിയോ? കറണ്ട് പോയാലേ ഇത് ഓട്ടോമാറ്റിക് ആയി ഓഫ് ആവും. അല്ല, ഇത് നമ്മുടെ രാമൻ ചേട്ടന്റെ വീടല്ലേ? അതെ. എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? രാമന്റെ അമ്മായിയമ്മയെ അവരുടെ പശു ചവിട്ടി കൊന്നു, അതാ ഇത്രയും ആൾക്കൂട്ടം. ആ, അത് ശരി. ഇവരെല്ലാവരും ആ പശുവിനെ വിളിക്കാമെന്നാ പറഞ്ഞതാ. മോന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ദുബായിലാ. അതെയോ? ഇവിടെ എന്താ ജോലി? അച്ഛൻ അവിടെ വലിയ നിലയിലാ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലേ അച്ഛന് മാസം 30,000 രൂപ കിട്ടും. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ 30,000 രൂപയോ? അതെന്ത് പണിയാ? എന്ന് പറഞ്ഞ അങ്ങോട്ട് നടക്കുമ്പോ തലയിൽ ഹോളോ ബ്രിക്സ് ഉണ്ടാകും, ഇങ്ങോട്ട് വരുമ്പോ തലയിൽ സിമന്റ് ചാക്കും. വേണ്ടേ, എന്റെ കാലിൽ ചെരുപ്പുണ്ട്. അതിനെന്റെ ഹൃദയം അമ്പലമൊന്നും അല്ല. ഇന്ന് കേറി പോര്. പഠിക്കുകയാണെങ്കിൽ എല്ല് വെച്ച് വേണം ഓടിക്കാൻ, മനസ്സിലായോ? ശരി സാറേ, ഇനി ഞാൻ അങ്ങനെ ചെയ്തോളാം. ഞാൻ പോട്ടെ സാറേ. തൽക്കാലം പോയിക്കോ. നിന്നോടല്ലടാ പറഞ്ഞത് എല്ല് വെച്ച് ഓടിക്കണമെന്ന്. ഈ സാറിനെന്താ കണ്ണു കാണില്ലേ സാറേ? പുറകിൽ വെച്ച് കെട്ടിയിരിക്കുന്നേ. ഇന്നലെ പഠിപ്പിച്ച എല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്താ ടിൻഡു, എല്ലാം തറുവാക്കിയോ? അങ്ങനെ മാത്രം പറയരുത് സാർ. ടിൻഡു കുരുത്തക്കേട് കാണിക്കും, അടിപിടി കൂടും. പക്ഷേ ഒരിക്കലും ഒരു തറയാകില്ല സാർ. അതല്ലടാ, ഇന്നലെ ക്ലാസ്സിലെടുത്ത എഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ മനഃപ്പാടമാക്കിയോ എന്നാണ് ചോദിച്ചത്. അവരൊക്കെ ആരാ? പുതിയ അഡ്മിഷനാണോ? ബസ് കയറുവാൻ നിൽക്കുവാ. ബസ് കയറാനോ? എന്നാ റോഡിന്റെ നടുവ് ചെന്ന് നിൽക്ക്. മോൻ കുട്ടിയല്ലേ, എനിക്ക് വയസ്സായി, എന്നെ ഒന്ന് സഹായിക്കണം. ഓ, അതിനെന്താ, ആ അടിയാൻ പിടിക്കാം. ഇന്ന് ശക്തിയായ മഴയുണ്ടാവുമെന്ന് പത്രത്തിലുണ്ട്. ലക്ഷണം കണ്ടിട്ട് നല്ല ഇടിയും മിന്നലും ഉണ്ടാവുമെന്ന് തോന്നുന്നു. വേഗം വീട്ടിൽ പോകാൻ നോക്ക്. അച്ഛൻ പേടിക്കണ്ട അച്ഛോ, ഇനി മുതൽ ഇടി ഉണ്ടാവില്ല, മിന്നല് മാത്രമേ ഉണ്ടാവൂ. അതെന്താ? അച്ഛൻ പത്രത്തിൽ വായിച്ചില്ലേ, ഇടി മിന്നലേറ്റ് മരിച്ചു.
എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈശ്വരാ, കുഴഞ്ഞു. എന്നെ വധിച്ചത് തന്നെ. കഴിഞ്ഞ ദിവസം എന്റെ തലയും ഇതുപോലൊന്നും മുറിഞ്ഞടാ. കട്ടിലിൽ ഇടിച്ചതായിരിക്കും. ഛേ, കട്ടിലിലോ? അച്ഛനോടൊപ്പം ഞാനൊന്ന് ദുബായ് വരെ പോയി. ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന 25,000 രൂപയുടെ മൊബൈൽ ഫോൺ സീറ്റിനടിയിൽ വീണു. അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞതാടാ. തല സീറ്റിലിടിച്ചു. എന്നിട്ട് സീറ്റിനൊന്നും പറ്റിയില്ലേ? അത് പേരൊക്കെ പറയണേ. ടിൻഡു, നിനക്ക് കൂട്ടാനറിയുമോ? എനിക്കിഷ്ടം മീൻ കൂട്ടാനാ. നമുക്ക് നാളെ ഫിലിം സിറ്റി പോയി ശൃംഗാരവേലം കാണാം. സൂപ്പർ കോമഡി എന്നാ കേട്ടെ. നാളെ സിനിമയ്ക്ക് പോകാൻ അച്ഛൻ സമ്മതിക്കില്ല. ആഹാ, ആര് സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ നാളെ സിനിമയ്ക്ക് പോകും. തീഗോളങ്ങൾ പാഞ്ഞു വന്നാലും കൊടുങ്കാറ്റ് വീശി അടിച്ചാലും നിന്നെയും കൊണ്ട് നാളെ ഞാൻ സിനിമയ്ക്ക് പോയിരിക്കും. അപ്പൊ നീ നാളെ വരുമല്ലേ? നോക്കട്ടെ, മഴയില്ലേ വരാം.